ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടുന്ന സ്ട്രോബെറി കൊണ്ടുള്ള ഒരു കുറുക്കിൻ്റെ റെസിപ്പിയാണ് ഞാൻ ഷെയർ ചെയ്യുന്നത്. ഇതിലെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് നമ്മുടെ സ്ട്രോബെറി ആണ്. സ്ട്രോബെറി തന്നെ വേണമെന്ന് നിർബന്ധമില്ല കേട്ടോ. ഏത് ഫ്രൂട്ട് അല്ലെങ്കിൽ ഏതൊരു വെജിറ്റബിൾ വേണമെങ്കിലും എടുക്കാം. കുഞ്ഞു കുട്ടികൾക്കാണെങ്കിലും മുതിർന്നവർക്കൊക്കെ ഒരു ഷെയ്ക്കായിട്ടൊക്കെ ഈ റെസിപ്പി ട്രൈ ചെയ്യാവുന്നതാണ്. ഫ്രൂട്ട്സ് വെജിറ്റബിൾസ് ഒക്കെ കഴിക്കാൻ മടിയുള്ള കുഞ്ഞുങ്ങൾക്ക് നമുക്ക് അവരുടെ ഡയറ്റിന് ഫ്രൂട്ട്സ് വെജിറ്റബിൾസ് ഒക്കെ ഇൻക്ലൂഡ് ചെയ്യാനായിട്ട് പറ്റിയ നല്ലൊരു ഐഡിയ ആണിത്. വീഡിയോയിലേക്ക് കിടക്കും മുമ്പ് ഈ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഞാനിവിടെ 2-3 സ്ട്രോബെറിയും അതിൻ്റെ കൂടെ തന്നെ 2 സ്പൂൺ ഓട്സിൻ്റെ പൗഡറും കൂടെ ഒരു ജാറിലേക്ക് ഇട്ടിട്ട് നല്ലതുപോലെ വെള്ളമൊഴിച്ച് നല്ലതുപോലെ മിക്സ് ചെയ്ത് ഗ്രൈൻഡ് ചെയ്തെടുക്കാൻ പോവുകയാണ്. ഈ സ്ട്രോബെറി തന്നെ വേണമെന്നില്ല കേട്ടോ. ഏത് ഫ്രൂട്ടോ അല്ലെങ്കിൽ ഏത് വെജിറ്റബിൾസോ ഉപയോഗിക്കാം. അതുപോലെ തന്നെ ഓട്സ് തന്നെ വേണമെന്നില്ല. നമ്മുടെ കയ്യിൽ അമൃതം പൊടി അല്ലെങ്കിൽ റാഗിപ്പൊടി അങ്ങനെ ഏത് കുറുക്കിൻ്റെ പൊടി വേണമെങ്കിലും ആഡ് ചെയ്യാം. ഞാനിത് നല്ലപോലെ ഗ്രൈൻഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതൊന്ന് നമുക്ക് ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഒഴിച്ചു കൊടുത്തതിന് ശേഷം നല്ല തിക്കായിട്ടാണ് ഇരിക്കുന്നതെങ്കിൽ കുറച്ച് വെള്ളം കൂടെ ആഡ് ചെയ്യാം. ഞാനിവിടെ മിക്സിയുടെ ജാറ് കഴുകിയിട്ട് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഒരുപാട് വെള്ളം കൂടി പോകരുത്. കുറുക്കാക്കി എടുക്കാൻ ആവശ്യത്തിനുള്ള വെള്ളം മാത്രം ഒഴിച്ചു കൊടുത്താൽ മതി. അതിനുശേഷം ഞാൻ മധുരത്തിന് വേണ്ടി ഇവിടെ ഉപയോഗിക്കുന്നത് പനങ്കൽക്കണ്ടത്തിൻ്റെ സിറപ്പാണ്. പനങ്കൽക്കണ്ടം ക്രിസ്റ്റലായിട്ടാണല്ലോ വാങ്ങാൻ കിട്ടുന്നത്. അത് നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ച് ചൂടാക്കി ഉരുക്കിയെടുത്ത് അരിച്ച് വെച്ചേക്കുന്ന സിറപ്പാണ് ഞാനിവിടെ മധുരത്തിനായിട്ട് ഉപയോഗിക്കുന്നത്. കരിപ്പെട്ടി ഉപയോഗിച്ചാലും കുഴപ്പമില്ല, അല്ലെങ്കിൽ ശർക്കര വേണമെങ്കിലും ഉപയോഗിക്കാം. പനങ്കൽക്കണ്ടം എന്ന് പറയുന്നത് കുറച്ചും കൂടെ ഹെൽത്തി ഓപ്ഷനാണ്. ഇനി ഇതൊന്നുമില്ലെങ്കിൽ ഡേറ്റ്സ് പൗഡർ ആഡ് ചെയ്യാം. ഇനി വൈറ്റ് ഷുഗർ ആണെങ്കിലും ആഡ് ചെയ്യാം. കഴിവത് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുമ്പോൾ പനങ്കൽക്കണ്ടം കൊടുക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്, അല്ലെങ്കിൽ കരിപ്പെട്ടി കൊടുക്കുന്നത് നല്ലതാണ്. അതിനുശേഷം സ്റ്റൗ ഓണാക്കി നമുക്കിത് കുറുക്കിയെടുക്കാം. അടിയിൽ പിടിക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. കൂടെ ഇളക്കി കൊടുക്കാൻ മറക്കരുത്. ഇപ്പോൾ 1 വയസ്സ് കഴിഞ്ഞ കുഞ്ഞുങ്ങൾക്കാണെങ്കിൽ വെള്ളത്തിന് പകരം കുറച്ച് ടേസ്റ്റിന് വേണ്ടിയിട്ട് കുറച്ച് പശുവും പാലൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ കുറച്ചുകൂടെ നല്ല ടേസ്റ്റ് ആയിരിക്കും ഈ കുറുക്ക് കഴിക്കാനായിട്ട്. ആ ഫ്രൂട്ടിൻ്റെ ടേസ്റ്റും പശുവും പാലൊഴിക്കുമ്പോൾ അതിൻ്റെ ടേസ്റ്റും ഒക്കെ ആയിട്ട് കുഞ്ഞുങ്ങൾ കുടിക്കാനായിട്ട് ഇപ്പോൾ കുറുക്കൊക്കെ കഴിക്കാനായിട്ട് മടി കാണിക്കുന്ന കുഞ്ഞുങ്ങൾക്കും കഴിക്കാൻ വേണ്ടി ഭയങ്കരമായിട്ട് ഇഷ്ടം തോന്നുന്ന രീതിയിലായിരിക്കും ഈ കുറുക്ക് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ കുറുക്കൊക്കെ കഴിക്കാൻ മടിയുള്ള കുഞ്ഞുങ്ങൾക്ക് ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് കൊടുക്കുന്നത് നല്ലതായിരിക്കും. ബനാന, ആപ്പിൾ അങ്ങനെ ഏത് ഫ്രൂട്ട്, സ്ട്രോബെറി ഏത് ഫ്രൂട്ട് വേണമെങ്കിലും നമുക്ക് ഇതുപോലെ തന്നെ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാൻ പറ്റും. ചിലപ്പോൾ റോയായിട്ട് കൊടുക്കുമ്പോൾ അവർ കഴിക്കത്തില്ല. അപ്പോൾ ഇതുപോലെയൊക്കെ ആക്കി കൊടുക്കുമ്പോഴത്തേക്ക് എന്തായാലും അവരുടെ ഉള്ളിൽ എങ്ങനെയെങ്കിലുമൊക്കെ എന്തെങ്കിലും ഫ്രൂട്ടാണെങ്കിലും വെജിറ്റബിൾസ് ആണെങ്കിലും എത്തിക്കാൻ വേണ്ടി സാധിക്കും. കുഞ്ഞുങ്ങൾക്ക് മാത്രമല്ല കേട്ടോ, ഈ പശുവും പാൽ 1 ഗ്ലാസ് ആഡ് ചെയ്ത് തിളപ്പിച്ച് കഴിഞ്ഞാൽ നല്ലൊരു സ്ട്രോബെറി മിൽക്ക് ഷെയ്ക്കായിട്ട് നമുക്ക് മുതിർന്നവർക്കാണെങ്കിലും കുടിക്കാൻ പറ്റും. നല്ല ഹെൽത്തി ഓപ്ഷനാണിത്. അപ്പോൾ ഏത് രീതി വേണമെങ്കിലും ഇത് നമുക്ക് ട്രൈ ചെയ്യാം. കുഞ്ഞുങ്ങൾക്കാണെങ്കിൽ 8 മന്ത് മുതലുള്ള കുഞ്ഞുങ്ങൾക്കാണ് ഇത് കൊടുക്കുന്നത് ഏറ്റവും നല്ലത്. കാരണം ഇത് കൊടുക്കുന്ന സമയത്ത് ഇപ്പോൾ ഓട്സ് ആണെങ്കിൽ ഓട്സ് മാത്രമായിട്ട് ആദ്യമേ ഒന്ന് കുറുക്ക് ഉണ്ടാക്കി കൊടുത്ത് കുഞ്ഞുങ്ങൾക്ക് വയറിനൊന്നും ഒരു പ്രോബ്ലം ഇല്ലെന്നുള്ളത് ഉറപ്പ് വരുത്തണം. ഇനി സ്ട്രോബെറി ആണ് അതിൽ ആഡ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ സ്ട്രോബെറി മാത്രമായിട്ടൊന്ന് ആദ്യം ഒന്ന് കൊടുത്ത് നോക്കണം. അങ്ങനെ കൊടുത്ത് നോക്കി കുഴപ്പമില്ലെങ്കിൽ മാത്രമാണ് ഈ 2 ഇൻഗ്രീഡിയൻസ് തമ്മിൽ ആഡ് ചെയ്തിട്ട് കുറുക്കുണ്ടാക്കി കൊടുക്കാൻ പാടുള്ളൂ. എന്നാൽ 1 വയസ്സ് കഴിഞ്ഞ കുഞ്ഞുങ്ങൾക്കാണെങ്കിൽ അങ്ങനെ ഒരു പ്രശ്നം വരുന്നില്ല. ധൈര്യമായിട്ട് തന്നെ കൊടുക്കാം. 1 വയസ്സിന് താഴെയുള്ള കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുമ്പോഴാണ് നമ്മൾ കുറച്ച് ശ്രദ്ധിക്കേണ്ടത്. അപ്പം ഞാനിവിടെ കുറുക്കാക്കി എടുത്തിട്ടുണ്ട്, ഒരു ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇത് തണുത്ത് വരുമ്പോഴത്തേക്ക് കുറച്ചുകൂടെ ഒന്ന് കുറുകി വരും. അപ്പോൾ നമ്മുടെ ഹെൽത്തി ആയിട്ടുള്ള ഓട്സ് സ്ട്രോബെറി കുറുക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. സ്ട്രോബെറി എടുക്കുമ്പോൾ കുറച്ച് നല്ല മധുരമുള്ളത് എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. പുളിയാണെങ്കിൽ നമ്മുടെ കുറുക്കിൻ്റെ ടേസ്റ്റ് അങ്ങ് മാറിപ്പോകും. അപ്പോൾ എല്ലാവർക്കും കുഞ്ഞുങ്ങൾക്ക് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ മറ്റൊരു വീഡിയോയുമായിട്ട് കാണും വരെ ബൈ.